ഹായ് നമസ്കാരം, സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടും കമൻസും എല്ലാം ഞാൻ കാണുന്നുണ്ട്. അതിനെല്ലാം ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ മിക്ക ലേഡീസിൻ്റെ മനസ്സിലുള്ള വിചാരമാണ് നമ്മളെപ്പോഴും തോറ്റു പോകും, ഇല്ലെങ്കിൽ നമ്മളിപ്പം എപ്പോഴും പരാജയപ്പെട്ടു പോകും, നമുക്ക് മുന്നോട്ടൊന്നും നീങ്ങാൻ പറ്റുന്നില്ല, നമ്മളെല്ലാവരും മുമ്പിലൊരു ചില ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ, ഒരു പരിഹാസപാത്രമായി ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. എൻ്റെയും ചിന്ത അങ്ങനെ തന്നെ ആയിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊന്നും ചെയ്യില്ല, മണ്ടിയാണ് എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഞാനും അങ്ങനെ ഒരാളല്ല എന്ന് എനിക്ക് സ്വയം എന്നിൽ തന്നെ എനിക്ക് ബോധ്യമായി. നമ്മൾ അങ്ങനെ അല്ലാതെ തെളിയിക്കണം നമ്മളിൽ തന്നെയാണ്, അല്ല വേറെ ആരിലും അല്ല കേട്ടോ. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് എന്ത് കാര്യം ചെയ്താലും അയ്യോ അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അയ്യോ ഇതിങ്ങനെ ചെയ്തായിരിക്കും. ഇപ്പം പൊതുവേ ഞാൻ പണ്ട് സാരി ഒന്നും ഉടുക്കുന്ന ഒരാളല്ലായിരുന്നു. കാരണം ആ സാരി ഉടുക്കാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് സാരി ഉടുക്കാത്ത കോൺഫിഡൻ്റ് അല്ല ഒന്നാമത്തെ കാര്യം. അത് പിന്നെ ഉടുക്കാൻ അറിയില്ല. അങ്ങനെ ഞാനൊരു എൻ്റെ സൈന്ധവി ഡിസൈൻസ് തുടങ്ങിയ സമയത്ത് പോലും ഞാൻ സാരി അധികം യൂസ് ചെയ്യുന്ന ആളല്ല. എൻ്റെ കയ്യിൽ സാരി എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഉള്ള സത്യം പറയാമല്ല. ഒരു സാരി പോലും, ഒരു 1-2 സെറ്റ് സാരി അല്ലാതെ, അത് ദുബായിൽ വെച്ച് മേടിച്ചതല്ലാതെ നാട്ടിൽ വന്ന് അങ്ങനെ സാരി മേടിച്ച് വെക്കുന്ന ഒരു ശീലമോ കാര്യങ്ങളോ എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ എനിക്കത് എടുത്താൽ കൊള്ളത്തില്ല. പിന്നെ ബ്ലൗസ് തയ്ക്കാൻ എനിക്ക് ആര് ബ്ലൗസ് തയ്ച്ചാലും അങ്ങോട്ട് ശരിയാവില്ല, ഒരു മനുഷ്യർ തയ്ച്ചാലും. പിന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് കുൻസി, അവൾ തയ്ച്ചു തരും. ഇപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ തയ്ക്കുന്ന ആളെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ പറയാം, ബസ് സ്റ്റാൻഡ് അടുത്ത് അതിൻ്റെ മേളിൽ, നമ്മുടെ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൻ്റെ മേളിൽ താമസിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ പുള്ളിക്കാരുടെ സ്റ്റിച്ചിങ്, അവിടെ തയ്ക്കുന്ന തയ്യലാണ് എനിക്ക് ഏറ്റവും തൃപ്തി ഉള്ളത് പറയാമല്ലോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ആ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് എപ്പോഴും, അയ്യോ എനിക്ക് അത് പറ്റത്തില്ല. പക്ഷെ അതിൽ നിന്നെല്ലാം ഞാൻ ഓവർകം ചെയ്തു പുറത്ത് വരാൻ കാരണം മാനസികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായി, നമ്മൾ തകർന്നു പോയി, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ 2012 ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഓപ്പൺ ആക്കുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഇതിൽ വീഡിയോ ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ യൂട്യൂബ് ഓൺ ആക്കിയിട്ടിരുന്നു. പിന്നെ ഈ കൂടുതലും ഞാൻ ആ യൂട്യൂബിൽ കാണുന്നത് വേറുള്ള ആൾക്കാരുടെ വീഡിയോകൾ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ എങ്ങനെ ചെയ്തിടുന്നു, ഇതെന്തോ വലിയൊരു ജോബാണ്, അല്ലെങ്കിൽ ഇത് അവർ ചെയ്യുന്നതാണെന്നൊക്കെയുള്ള ചിന്ത. എനിക്ക് അത്രയ്ക്കും യൂട്യൂബിനെ കുറിച്ച് ആ സമയത്തൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ വീഡിയോ കാണും, പിന്നെ ഓരോ പരസ്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു ഞങ്ങൾ നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ് കൊറോണ വരുന്ന ആ കുറച്ച് നാളിന് മുമ്പ് ഞാൻ വിചാരിച്ചു യൂട്യൂബ് വീഡിയോ ചെയ്താലോ എന്ന് വെച്ചിട്ട് ചുമ്മാ ഒന്ന് മോനസിനോട് പറഞ്ഞിട്ട് ചുമ്മാ വീഡിയോ എടുക്കാൻ സത്യം പറയാൻ അറിയില്ല, ഉള്ള സത്യം പറയാമല്ലോ. അതായിരുന്നു അന്നത്തെ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. യൂട്യൂബ് എടുത്ത, പക്ഷെ അതൊന്നും അത്ര വലിയ സുഖമായിട്ട് പോവുകയും പിന്നെ അത് എന്താ പറയുക, കുറേയൊക്കെ ഞാൻ എൻ്റെ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതാണ് വീണ്ടും ഈ കൊറോണ സമയത്ത് ഞാനും മോനുസും നമ്മുടെ മോളും കൂടെ ചേർന്ന് യൂട്യൂബ് ചാനൽ, വീണ്ടും ഇതേ യൂട്യൂബ് ചാനൽ പല പേര് മാറ്റി കളിച്ചു തുടങ്ങിയത്. എന്നിട്ട് അന്നും അങ്ങനെ ഒരു മാക്സിമം പോയി ഒരു 2 വീക്സ് 3 വീക്സ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇട്ടു. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ അല്ല, നമുക്ക് ആൾക്കാർ യൂട്യൂബ് കാണാൻ മടിക്കും, അങ്ങനെ യൂട്യൂബ് ഒന്നും കാണാൻ അങ്ങനെ ഇല്ല. പിന്നെ കൂടുതൽ യൂട്യൂബ് ഇത്രയും കൂടുതൽ ഇതാവാൻ കാരണം നമ്മുടെ കൊറോണ വന്ന സമയത്താണ് എല്ലാവരും വീടുകളിരുന്ന് യൂട്യൂബ് ചെയ്യുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താണ് യൂട്യൂബ് ഇന്ന് ഇത്രയും വലിയ ലെവൽ വളർന്നത്. അപ്പം ആ സമയത്ത് യൂട്യൂബ് പിന്നെ ഞങ്ങൾ അതും അങ്ങ് വിട്ടു. മടി. പിന്നെ നമ്മൾ ഈ എല്ലാ ആൾക്കാരത്ത് പറയണം, വീഡിയോ ചെയ്തിട്ടുണ്ട് കാണുമെന്ന് പറയണം, അങ്ങനെ അതും അങ്ങ് വിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സൈന്ധവി ഡിസൈൻസ് തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ കാക്കനാട് വീട്ടിൽ താമസം തന്നെ വീണ്ടും ഞാൻ 2-3 പ്രാവശ്യം ഒരു 1 ഇയറിന് മുമ്പ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങിയാലും പിന്നെ എനിക്ക് അതിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അന്നേരവും ഞാൻ വിചാരിച്ചെന്താ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മണ്ടിയാണ്, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. ലൈഫിൽ സത്യം പറയാലോ, ഒളിച്ചോടുകയാണ് ചെയ്തത്. പക്ഷെ ആ ഒളിച്ചോട്ടം നമുക്ക് ലൈഫിൽ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് എൻ്റെ ലൈഫ് കൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ
തൃപ്പൂണിത്തുറ താമസിക്കാൻ വന്ന സമയത്ത് ഞാൻ ആ സമയത്തും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നതോടെ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും എഗെയിൻ നമ്മൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വീണ്ടും യൂട്യൂബ് ചാനലിൽ വീണ്ടും സജീവമാകാൻ തുടങ്ങിയതും. അപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ലാസ്റ്റ് ഒരു ഒറ്റ വീഡിയോയിൽ ഞാൻ ഈ ലഗേജ് എല്ലാം പറക്കി ഒതുക്കി വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത്. പക്ഷെ അന്ന് ഞാൻ നമ്മളുടെ ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ മോനുസിനോട് പറയും, മോനുസ് ഞാൻ ഇന്ന് സ്ഥിരം വീഡിയോ ചെയ്യും കേട്ടോ യൂട്യൂബിൽ. കാരണം ഒന്നുമല്ല, എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു. മോനുസ് കുഞ്ഞാവയുടെ ഇഷ്ടം, ഈ ചെയ്യുന്നെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ചെയ്യുന്നത് അത് തീരുമാനിച്ച് നല്ല രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞാൻ ഇതിൽ എൻഗേജ്ഡ് ആവാൻ തുടങ്ങി ലൈഫിൽ. കാരണം അതിന് എൻ്റെ കുറേ ടെൻഷനും എനിക്ക് കുറേ നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. എൻ്റെ വീഡിയോ ആൾക്കാർ അത്യാവശ്യം കാണാൻ തുടങ്ങി, എല്ലാം ചെയ്തു. ഞാൻ വേറെ ഒരു ആൾക്കാർ പറയുന്നതും കേട്ട് വീഡിയോയിൽ ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം മോനുസ് എപ്പോഴും പറയാം, അവർ പറയുന്നതൊന്നും ചെയ്യാൻ നിൽക്കണ്ട, യൂട്യൂബ് തനിയെ എന്തായാലും അങ്ങ് ചെയ്തോളും, അത് തനിയെ ആവും എന്തോ. ഞാൻ ഇതുവരെയ്ക്കും യൂട്യൂബിൽ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങ് എന്താണെന്ന് വെച്ചാൽ വരുന്നത് പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ ഒരു നമ്മൾ ഈ മാസം 5-ാം തീയതി നമ്മളിവിടെ വന്നിട്ട് 2 മാസമാവും. ഈ 2 മാസം ഞാനിവിടെ തുടരെ ഇങ്ങനെ എല്ലാ ദിവസവും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങി. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കുറച്ച് ആൾക്കാർ എൻ്റെ ഫാമിലി പോലെയായി. എനിക്ക് നമ്മൾക്ക് ചുറ്റും കുറേ ആൾക്കാരുള്ള മാതിരി ഫീലായി. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് പോലും അറിയാത്ത, നമ്മളെ മനസ്സിലാക്കുന്ന കുറേ നല്ല ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി എനിക്ക് കിട്ടി. കാരണം അതിലെനിക്ക് വലിയൊരു താങ്ക്സ് ആണ് എനിക്ക് പറയാനുള്ളത്. അത് യൂട്യൂബിനോടായാലും ദൈവത്തിനോടായാലും നിങ്ങളോടായാലും. കാരണം ഇത് മൂന്നും ചേർന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലിയെ തന്നെ കിട്ടിയത്. ഇല്ലെങ്കിൽ കിട്ടിയില്ല. ഇപ്പം നിങ്ങളെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കാണാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളെ ഇച്ചിരി നേരമെങ്കിലും നിങ്ങളെ അതിൽ പിടിച്ചിരുത്തിയ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ യൂട്യൂബ് അതിനൊരു അവസരം തന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ യൂട്യൂബ് ഒരിക്കലും ഒരു മോശപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം അല്ല. നമുക്ക് എല്ലാവർക്കും നല്ലത് മാത്രം തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അതിൽ ചില മനുഷ്യരാണ് അത് വേണ്ടാധീനമാക്കുന്നത്. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഒരിക്കലും നമ്മൾക്ക് വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് നല്ല രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനൽ. അത് എവിടെയും നമുക്ക് തുറന്നടിച്ച് പറയാം. ആരുമില്ല. ഷൂട്ട് ചെയ്യണമെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും സ്ക്രിപ്റ്റ് എഴുതുക എല്ലാം നമ്മൾ തന്നെ. വേറെ ഒരു ഇതിൽ വർക്ക് ചെയ്യാനില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇതിലാദ്യമൊന്നും എനിക്ക് വീഡിയോ ചെയ്യുന്നതൊന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. എല്ലാം എനിക്ക് മോനുസാ പറഞ്ഞു തന്നെ, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തു തരണം, ഇങ്ങനെ ചെയ്യണം. പിന്നെ ചില സമയത്ത് വീഡിയോ എടുത്തിട്ട് അവന് കൊടുക്കും, മോനുസ് ഇട്ട് തരാൻ പറയും. അങ്ങനെ മോനുസ് തന്നെ ആ സമയത്തൊക്കെ മോനുസ്. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളും ഞാൻ വീഡിയോ ചെയ്യുന്നതും. ചില സമയങ്ങളിൽ ചില ഫോൺ കോളുകൾ വരും, ഇല്ലെങ്കിൽ ചില എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ ആ വീഡിയോ അവിടെ വെച്ച് കട്ടായിട്ട് വീണ്ടും അത് അടുത്ത പിടിക്കും. പിന്നെ വീണ്ടും അത് എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലെല്ലാം ഇപ്പം തനിയെ ജീവിതത്തിൽ നിൽക്കാൻ പഠിച്ചു. പക്ഷേ ഹെൽപ്പ് ചെയ്തില്ലാന്ന് ഒരിക്കലും പറയില്ല, ഹെൽപ്പ് തന്നെ ചെയ്തു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സൗമ്യയും എൻ്റെ മോനുസും തന്നെയാണ്. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഇന്ന് യൂട്യൂബ് ചാനലില്ല കേട്ടോ. സത്യം, സൗമ്യ എപ്പോഴും എന്നോട് പറയായിരുന്നു, കാണുമ്പോൾ നീ ഒരു യൂട്യൂബ് ചാനൽ. കാരണം അവൾക്ക് എൻ്റെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അവൾ പറയും, നീ ഇത് യൂട്യൂബ് ചാനൽ ചെയ്തിടറി, നല്ലതല്ലേ, നീ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണാമല്ലോ. കാരണം പുള്ളിക്കാരിക്ക് കുക്ക് ചെയ്യാൻ അധികം അറിയില്ല. ഒരു കാര്യം കുക്ക് ചെയ്യാൻ അറിയാം, എന്നാൽ അത്രയ്ക്ക് അവൾക്ക് അറിയില്ല. അന്നേരം അവൾക്ക് യൂട്യൂബ് ചാനൽ നോക്കിയാണ് അവൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാറുള്ളത്. അന്നേരം അത് കണ്ട എനിക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൾ എൻ്റെ തന്നെ കുക്ക്. പക്ഷേ ഞാൻ വല്ലപ്പോഴും മാത്രമാണ് ആ പാവത്തിന് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ പ്രശ്നങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കെൻ്റെ സൗമ്യയെ പോലെ ആയി നിങ്ങളെല്ലാവരും. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സൗമ്യയെ പോലെ ആയി എനിക്ക്. കാരണം ഞാൻ അവളുടെ അടുത്ത് എങ്ങനെയാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് അതുപോലെയാണ് ഇന്ന് നിങ്ങളോട് വന്നിരുന്ന് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഉള്ള സത്യം പറയാണ്, ആത്മാർത്ഥതയായിട്ട് പറയാണ്, ഞാൻ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഒരു ആസ്വദിക്കാൻ പറ്റാത്തൊരു അനുഭവം, ഇല്ലെങ്കിൽ ഒരു സന്തോഷം, അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എൻ്റെ ഈ
19 വയസ്സ് മുതൽ ഇന്ന് ഞാൻ എത്തിപ്പെട്ടി 42-43 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ കിട്ടാത്തൊരു സന്തോഷമാണ് ഇന്ന് എനിക്ക് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും കിട്ടുന്ന സാന്ത്വന വാക്കുകളായാലും. ഒരു കാലത്ത് എനിക്കിതെല്ലാം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ആരെയും നിന്ന് എനിക്കത് കിട്ടിയില്ല. പക്ഷേ ഇന്ന് എന്നെപ്പോലും അറിയാത്ത പല ആൾക്കാരിൽ നിന്നും എനിക്കിന്ന് അത് കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ ഭാഗ്യം ചെന്ന ഒരു സ്ത്രീയാണെന്ന് തന്നെ എടുത്ത് ഞാൻ പറയാം. എത്ര ആൾക്കാരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയുന്നത്, ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്നാ ഒരു വാക്ക് അത് പറയുന്നത് ആ ആൾക്കാരോടല്ല എനിക്ക് വളരെ വളരെ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത രീതിയിൽ നന്ദിയുണ്ട്. കാരണം ഇന്ന് സൈന്ധവി എന്ന് പറയുന്നത് കുറച്ച് ചുരുക്കം ആൾക്കാർക്ക് അറിയപ്പെടും, ഇല്ലെങ്കിൽ അറിയും. ഞാൻ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് ഇത് സൈന്ധവി അല്ലേ എന്ന് വന്ന് ചോദിക്കാനെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്ന ഒരു വലിയ കാരുണ്യമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എന്നെ കാണാൻ തോന്നിയ മനസ്സും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നെന്നാണ് എൻ്റെ വിശ്വാസവും. അതങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര കുറ്റബോധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഗിരിജയുടെ വീഡിയോ ചെയ്തതിൽ. അത് വേറെ ആൾക്കാരൊന്നും വിചാരിക്കരുത് ജീവമാതാ കാരുണ്യം അത് അടച്ചു പൂട്ടാൻ പോകുന്നൊക്കെ പല ന്യൂസുകളും വരുന്നുണ്ട്. അവിടെ ഉള്ള അമ്മമാരെയും കുട്ടികളെയും വേറെ സ്ഥലത്തോട്ട് മാറ്റാനും പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം എന്താ വെച്ചാൽ നമ്മളൊരു തെറ്റ് ചെയ്ത ദൈവം അതിനുള്ള അടി നമുക്ക് ഉടനെ തരും. അതാണ് ഇപ്പോഴത്തെ കാലം. കാരണം പണ്ടൊക്കെയാണ് പതിയെ കിട്ടുന്നത്, ഇപ്പോൾ ഉടനടി ദൈവം നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിനുള്ള പണി നമുക്ക് തരും. കാരണം അവർ എത്രയോ പേരെ പറ്റിച്ചു എന്നാണൊക്കെ പറയും, വഞ്ചിക്കുകയാണ് ചെയ്തത്. കാരണം ഈ ഒരു അമ്മയുടെ വീട് ഞാൻ കണ്ടതിൽ പറഞ്ഞേക്കാണ്, ഈ കല്യാണ വീടുകളിൽ നിന്നൊക്കെ അധികം വരുന്ന ഫുഡുണ്ടല്ലോ. ഇപ്പം പല കല്യാണ വീടുകളും ഒത്തിരി ഫുഡ് അധികം വരും. ആ ഫുഡ് ലാസ്റ്റാണ് അധികം വരുന്നത്. ആ ഫുഡാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ചെല്ലുന്നതും അവിടെ ചെല്ലുമ്പോൾ അത് അവർ വെച്ച് പിന്നെയും അത് ചൂടാക്കി അവർക്ക് കൊടുക്കുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ട് എനിക്ക് ദേഷ്യമായിപ്പോയി. ഒരിക്കലും അവരത് ചെയ്യാം, അവരും ഭക്ഷണം കഴിക്കുന്നവരല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ അമ്മമാരോട് അങ്ങനെ ചെയ്ത് അവർക്ക് ആരുമില്ല ചോദിക്കാനും പറയാനും എന്നില്ലാത്തതിൻ്റെ അർത്ഥത്തിലല്ല അവരോട് അങ്ങനെ ചെയ്തത്. അതൊരിക്കലും അവരങ്ങനെ, അതാണ് ദൈവം കണ്ടു നിന്നത്, അതാണ് അവർക്ക് ദൈവം കൊടുത്ത പണി. പക്ഷെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിച്ച സ്ത്രീ തന്നെയാണ്. കാരണം ഞാൻ അവരെക്കുറിച്ച് അവരത്രയും നല്ലൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചു. സ്വന്തം മകനെ കൊണ്ട് ആ സ്ഥാപനം നടത്തുന്ന ആ ഒരു സ്ത്രീ സ്വന്തം മകനെ കൊണ്ട് അവിടെയുള്ള ഒരു അനാഥ കുട്ടിയെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അന്തിച്ചു പോയി. ഒരിക്കലും എനിക്ക് പോലും ഇല്ലാത്ത മനസ്സാണ് ആ സ്ത്രീക്കുണ്ടായെന്ന് ഞാൻ ആലോചിച്ചു പോയി. അതിനെനിക്ക് അവരോട് ബഹുമാനമാണ്. പിന്നാണ് അതിൻ്റെ ബാക്കിലോട്ട് പല കഥകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പുറത്ത് വരുന്നത്. പിന്നെ എനിക്ക് ഒരിക്കലും എന്താ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. ആ പെൺകുട്ടിയെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. ഒരാൾ നമ്മുടെ ശരീരത്ത് ടച്ച് ചെയ്താൽ അത് ബാഡ് ടച്ച് ആണോ അത് ഗുഡ് ടച്ച് ആണോ തിരിച്ചറിയാനുള്ള പ്രായം അന്ന് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ കുട്ടി ഇതിനെ പ്രതികരിച്ചില്ല, ഇല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ എന്ത് അതിൽ ആ കുട്ടിയുടെ റൂംമേറ്റ് ആണെന്ന് തോന്നുന്നു, പറയാം പുള്ളിക്കാരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയിൽ. ഈ പുള്ളിക്കാരി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ അതിൻ്റെ ഗേറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടായിരുന്നു, അത് തുറന്ന് അവരെ റൂമിൻ്റെ അങ്ങാണ്ടോ അത് തുറന്ന് പുറത്ത് പോകുമായിരുന്നു എന്ന് പറഞ്ഞതിൽ അത് ഒരിക്കലും ആ പെൺകുട്ടി അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ചെറിയൊരു പെൺകുട്ടിയായിരുന്നു, അവൾക്ക് ഇനിയും ജീവിതം ഉണ്ടായിരുന്നു ഒത്തിരി. ഈ 19-20 ഇപ്പോൾ അവൾക്ക് 19 വയസ്സെങ്ങാണ്ടേ കാണുള്ളൂ. ആ 19 വയസ്സിലുള്ള ഒരു കുട്ടിയുടെ അമ്മയായി. പണ്ട് ഞാൻ ആയ മാതിരി ആ കുട്ടിയുടെ പക്ഷേ ഈ 19 വയസ്സ് മുതൽ ഈ കുട്ടി ജീവിതം എന്താണെന്ന് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുപോലെ എൻ്റെ ലൈഫിൽ പിന്നെ എൻ്റെ പേരൻസ് എല്ലാം കൂടെ ചേർന്ന് കല്യാണം കഴിപ്പിച്ചതാണ്. പക്ഷെ അതുപോലെ അല്ല ഈ കുട്ടിയുടെ അവസ്ഥ. പേരൻസ് എല്ലാം കൂടെ കല്യാണം കഴിപ്പിച്ച് പോലും ജീവിതം പകുതിയും പോയി. അതുപോലെ ഈ കുട്ടിക്ക് നാളെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. പക്ഷെ ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയും അതുപോലെ തുല്യ കുറ്റം ചെയ്തവർ തന്നെയാണ്. കാരണം രണ്ടുപേരും കാരണം ഒരാൾ ഒരിക്കലും അയാൾ പിടിച്ചുകൊണ്ട് പോയെന്നും പീഡിപ്പിച്ചതല്ല, ഈ കുട്ടി സ്വയം ഇറങ്ങിച്ചെന്നതാണെന്നാണ് ആ ഫ്രണ്ട് അവരെ റൂംമേറ്റ് ഒരു കുട്ടി ഇങ്ങനെ ഒരു ഓഡിയോയിൽ പറയുന്നത്. എനിവേ എന്നിരുന്നാലും ആ ജീവമാതാ കാരുണ്യം അടച്ചു പൂട്ടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം അമ്മമാരെ സംരക്ഷിക്കാൻ പുതിയൊരു അവരുടെ തന്നെ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും അടുത്ത കുട്ടികളെ സേഫാക്കുകയും ചെയ്തതിൽ ഏറ്റവും വലിയ ഉപകാരം തന്നെയാണ് അവരോട് ചെയ്തത്. അതിന് പ്രത്യേക ഒരു നന്ദി തന്നെ പറയണം. കാരണം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് വളരെ മോശമായെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം നമ്മൾ ചില ആൾക്കാരെ നമ്മൾ കാണുന്ന കണക്കല്ല, അവരെ പിന്നിൽ പല കഥകളുണ്ടെന്ന് എനിക്കിത് വ്യക്തമായിട്ട് ഇന്ന് എനിക്ക് ആ ഒരു കാര്യത്തിൽ മനസ്സിലായി. ഇനി ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും കൂടെ ഞാൻ എൻ്റെ ഫാമിലിക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രേണുവിൻ്റെ കാര്യം രേണുവിനോട് എനിക്ക് രേണു ചെയ്യുന്ന വീഡിയോ രേണുവിൻ്റെ കാര്യങ്ങളോടൊന്നും അല്ല സിമ്പതി ഉള്ളത്.
രേണു ഒരു വിധവ എന്നുള്ള സ്ത്രീയിൽ മാത്രമാണ് ഞാൻ രേണുവിനെ കാണുന്നത്, അല്ലാതെ വേറെ ഒരു രീതിയിലും അല്ല കാണുന്നത് കേട്ടോ. അത് നിങ്ങളുടെ കൈ തൊഴുത് പറയുകയാണെങ്കിൽ എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഞാൻ പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവരൊറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അവർക്കും ഇനി ഒരു കല്യാണം കഴിച്ച് സുഖമായി സന്തോഷമായ ഒരു കുടുംബജീവിതം, ഒരു കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പറ്റുന്ന ആൾക്കാർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സൂചേട്ടൻ്റെ പേരൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിതകാലം മൊത്തം ജീവിച്ചാൽ അതൊരു ജീവിതമാകില്ല. അത് 100% ഉറപ്പാണ്. പക്ഷെ ഒരു ഫെയിമിന് വേണ്ടിയും അത് യൂസ് ചെയ്യാൻ പാടില്ല. മരിച്ച ആൾക്കാർ മരിച്ചു, ഇനി അതിനെ ചൊല്ലിയിരുന്ന് നമ്മൾ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ജനിച്ചാൽ ഒരിക്കൽ നമ്മളെല്ലാവരും മരിക്കണം. അത് നമുക്ക് ഉള്ള വിധി തന്നെയാണ്. ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും വേറുള്ളവരായാലും ആരായാലും. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നാളെ നിങ്ങളെന്നെ കണ്ടാലേ ഉള്ളൂ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഒരിക്കലും അറിയാൻ പറ്റും. അതാണ് മനുഷ്യ ജീവിതം, അത് നമ്മുടെ വിധിയാണ് എന്തായാലും. അതുകൊണ്ട് രേണുവിനോടും പറയാം, രേണുവിന് ഇനിയും കല്യാണം കഴിക്കാൻ സമയമുണ്ട്. ചെറിയ സ്ത്രീയാണ്. ചെറിയ മക്കളെപ്പോഴും ചെറുതായിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിക്കും. അവർക്കും അവരോടുള്ള കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. അവരും കംഫർട്ടബിൾ ആവണം. ഇപ്പോഴത്തെ കാലത്ത് അറിയാമല്ലോ എന്തൊക്കെ ദോഷങ്ങളും കാര്യങ്ങളുമാണ് ഈ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അതെപ്പോഴും നമ്മൾ കെയർ ചെയ്ത് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്ത് ജീവിക്കുക. അപ്പോൾ എനിക്കിത് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ മോനൂസ് വീണു ഭക്ഷണം കഴിച്ചിട്ട് ഷോപ്പിൽ പോയി. ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരാറുണ്ട്. അതുപോലെ മോളും എൻ്റെ വീടൊക്കെ ഇന്ന് അവൾ തന്നെയാണ് ഇപ്പോൾ വന്നതിന് ശേഷം നല്ല വൃത്തിയാണ്. വീടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്, നല്ലോണം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. നല്ല വൃത്തിയാണ്. ഇന്നലെ ഒരു ഫിഷ് കറി ഉണ്ടാക്കി, സൂപ്പറാണ് കേട്ടോ. എടുത്ത് പറയണം, അത് അടിപൊളി സൂപ്പർ ഫിഷ് കറി ആയിരുന്നു. അവൾക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി. അവൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യുക. അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വേദ എന്നാണ്, വേദ ബിജു എന്നാണ്. അതിന് പറ്റുന്നെങ്കിൽ നിങ്ങളെല്ലാവരും അവളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്ന് നിങ്ങളോട് പറയാനുള്ളതും സംസാരിക്കാനുള്ളതും എനിക്കിതാണ്. അന്നേരം നാളെ നല്ലൊരു വീഡിയോ. അപ്പം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.